ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹൈറിച്ചുമായി ബന്ധപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇ ഡിയുടെ റിപ്പോർട്ട് ഒരു ദിവസം ഇ ഡിയുടെ റിപ്പോർട്ട് 212 ആണെന്ന് പറഞ്ഞപ്പോൾ ഇവർ മനോരമയിലും മറ്റ് മാധ്യമങ്ങളിലും വിളിച്ച് അവിടെയുള്ള വാച്ച്മാനെയോ റിസപ്ഷനിസ്റ്റോ വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് ഒരു ദിവസം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇ ഡിയുടെ റിപ്പോർട്ട് കിട്ടാത്തവരാരും തന്നെ ഇല്ല എന്ന് പറയാം. മൊബൈലുള്ളവർക്കൊക്കെ ഇ ഡിയുടെ റിപ്പോർട്ട് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ഇവരുടെ ഭക്തരായ ഹൈറിച്ചോളികൾക്ക് കിട്ടിയതിന് ശേഷം നേരിടുന്നത് വലിയ തോതിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒട്ടുമിക്ക ആൾക്കാരും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോൺ എടുക്കണം. അവരുടെ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കണം എന്നുള്ള കമ്പനിയിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ട് കൂടി മിക്ക ആൾക്കാരും ഒളിവിലാണ്, അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണ മെസ്സേജ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ പറക്കുന്നത്, അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം, 1,80,00,000 ഐഡികളാണ് ഇവരുടെ കമ്പനിയിൽ ആകെ മൊത്തം ടോട്ടലായിട്ടുള്ളത്. 1,80,00,000 ആൾക്കാരല്ല, ഐഡികളാണെന്ന് ഇപ്പോൾ ഇവർ തിരുത്തി പറയുന്നുണ്ട്. അപ്പോൾ 1,80,00,000 ഐഡികൾ ചുരുങ്ങിയത് 800 രൂപ എടുത്തിട്ട് ജോയിൻ ചെയ്താണെങ്കിൽ കൂടി അത് വരുന്നത് 14,440 കോടിയാണ് വരിക. 14,440. എന്നാൽ ഇവരുടെ കയ്യിലുള്ളത് വെറും 212 കോടി രൂപയാണ്. അപ്പോൾ ബാക്കി വരുന്ന 12,000 കോടി അല്ല 14,200 കോടി എവിടെ പോയി എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വിശദീകരണവുമായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഏതോ വലിയ ബുദ്ധിമാനായ ഹൈറിച്ച് ലീഡർ പടച്ചുവിട്ട ഒരു ഫോർവേഡ് മെസ്സേജാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇ ഡിയും മറ്റും എൻക്വയറി നടത്തിയപ്പോൾ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ നൽകാൻ കമ്പനിക്ക് സാധിച്ചിരുന്നില്ല. അതിന് കാരണം ചില രേഖകൾ കിട്ടാൻ കാലതാമസം വന്നതാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ യുപിയിലെയും ബീഹാറിലെയും ഹെക്ടർ കണക്കിന് ഉള്ളിത്തോട്ടങ്ങളിൽ നിന്നാണ് കമ്പനിക്ക് ഇത്രയും ലാഭം കിട്ടിയിരിക്കുന്നത്. കമ്പനിക്ക് ലാഭം പെരുപ്പിച്ചു കാണിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഉള്ളിപ്പാടങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ പ്രതാപൻ സാറും ശ്രീന മാഡവും ഉത്തരേന്ത്യ വരെ പോയിരിക്കുകയാണ്. അവർ രേഖകളുമായി തിരിച്ചു വന്ന് ഒരു കോപ്പി ഇ ഡിക്കും ഒരു കോപ്പി ഹൈക്കോടതിക്കും നൽകിയാൽ നമുക്കെതിരെയുള്ള എല്ലാ കേസുകളും നീക്കും. തൊട്ടടുത്ത ദിവസം മുതൽ പേ ഔട്ടുകൾ നൽകാൻ സാധിക്കും. നമ്മുടെ ദൈവങ്ങളായ പ്രതാപൻ സാറിനും ശ്രീന മാഡത്തിനും പെട്ടെന്ന് രേഖകൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഹൈറിച്ചിൽ ബന്ധപ്പെട്ടവരെ ട്രോളുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, പോകുന്നുണ്ടെങ്കിൽ 1,79,9,00,000 ആൾക്കാരെ കൂട്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് മെസ്സേജിൽ വഴി ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇവർ എവിടെയും മുങ്ങിയിട്ടില്ല എന്നും ഇ ഡി വരുന്നത് അറിഞ്ഞിട്ട് ഇവർ ഈ രേഖകൾ കൈക്കലാക്കാൻ വേണ്ടി പോയതാണ് എന്നുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫിജീഷൊക്കെ പറയുന്ന പോലെ കോടിക്കണക്കിന് രൂപയുടെ വീട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിപ്പാടത്തിലെ ലാഭമാണെന്നും നിങ്ങൾ നൽകുന്ന പൈസയൊക്കെ ഉള്ളിപ്പാടത്തിന് വളം മേടിക്കാനും അവിടെ തൊഴിലാളികൾക്ക് കൂലിയായിട്ടാണ് നൽകാനെന്നൊന്നും ഇതുവഴി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കമ്പനിയുള്ള ആൾക്കാർ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതിയായിരിക്കാം ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാത്തത്. അപ്പോൾ പറയാനുള്ളത്, ഇങ്ങനെ പല രഹസ്യങ്ങളും കമ്പനിയുടേതുണ്ട്. അത് ആവശ്യം വരുമ്പോൾ മാത്രമാണ് കമ്പനി നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുക. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ മാസം തന്നെ 19-ാം തീയതി വൈകുന്നേരമാണ് ഒരു 7 മണിയോടുകൂടിയാണ് ജിനിൽ ജോസഫ് വന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത് 10 ദിവസം തരൂ,
നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കും, എല്ലാവരുടെയും പണം തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞത് 19-ാം തീയതിയായിരുന്നു. അപ്പോൾ 10 ദിവസം എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. ഇന്ന് 27-ാം തീയതിയാണ്. വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. പണം നിക്ഷേപിച്ചവരുടെയൊക്കെ പണം തിരികെ കൊടുക്കുവാൻ വേണ്ടി 2 ദിവസമാണ്. അപ്പോൾ ജിനിൽ ജോസഫിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം കൂടി കാത്തിരിക്കണം എന്നാണ് പറയാനുള്ളത്.